ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അന്നുള്ളിലാണെങ്കിൽ അടിപൊളി ബീഫൊക്കെ നിറച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബീഫ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടും എടുക്കാം. അപ്പോൾ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. നമുക്ക് കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ സവാളയ്ക്കൊന്ന് വഴണ്ടി വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരുപാട് വേണ്ട, കാരണം ബീഫ് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അധികം ആവശ്യമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എരിവൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പിന്നെ കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അവിടേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഒരു കുഴഞ്ഞ പരുവത്തിലാവും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം കൂടുതലായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. പക്ഷേ ഒരുപാട് ബ്രെഡ് ക്രംസ് ആയാലും ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ബീഫ് എടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാതും മിക്സായി വരുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓവൽ ഷേപ്പിലാക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ 9 കട്ട്ലേറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കട്ട്ലേറ്റിൻ്റെ മേലെ കുറച്ചൊരു നല്ല കോട്ടിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം മൈദയിൽ ഒന്ന് ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുട്ടയിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പുറമെ നല്ലൊരു കോട്ടിങ് കിട്ടും. നമ്മുടെ ബീഫ് ഉള്ളിലെ മസാലകളൊന്നും തന്നെ പുറത്തേക്ക് വരില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മൈദയിൽ മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചധികം തന്നെ നമുക്കിങ്ങനെ ബ്രെഡ് ക്രംസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ നേരെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആകെ ഓയിലൊക്കെ കരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ച് 2 സൈഡിലേക്ക് ഇങ്ങനെ തട്ടി ഒന്ന് കൊടുക്കുക. അപ്പോൾ പുറം ഭാഗത്ത് ഒരുപാട് നിൽക്കുന്ന ആ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ ഓയിലിൽ ഇത് മുങ്ങി കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഒരു കുഴിയുള്ള ഒരു പാത്രം പോലെ എടുക്കുക. നമുക്ക് 1 2 ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. എല്ലാം കൂടി ഒരുമിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക. അതിൽ കുറച്ച് അധികം തന്നെ ഓയിൽ കിടക്കണം. നമ്മളിത് മുങ്ങി കിടക്കുമ്പോഴാണ് ശരിക്കും എല്ലാ ഭാഗവും കട്ട്ലേറ്റിൻ്റെ ഒരേപോലെ കളറായിട്ട് ഒരേപോലെ ആയിട്ട് വരുള്ളൂ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഉള്ളിലത്തെ മസാലയൊക്കെ ഓൾറെഡി ആയിട്ടുള്ളതാണ്. പുറം ഭാഗം ഒന്ന് ആയി വരെ വേണ്ടു. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ശരിക്കും എല്ലാ ഭാഗവും ഒരുപോലെ ആവില്ല, ഒരേപോലെ കളറും വരില്ല. അപ്പോൾ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കൂടുതൽ ഓയിൽ, ചെറിയ പാത്രമാകുമ്പോൾ അധികം ഓയിൽ വേണ്ടി വരില്ല.
അപ്പോൾ മൂന്നത്ര ഓയിലിട്ട് ഒന്നോ രണ്ടോ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാ ഭാഗവും ഒരേപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് പൊട്ടിപ്പോവാത്ത അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.